നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. US തിരിച്ചടിച്ച അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള ആദ്യ വിമാനം ഇന്ത്യയിലെത്തി. തിരിച്ചെത്തുന്നവരിൽ ഭൂരിഭാഗം പേരും പഞ്ചാബ് സ്വദേശികൾ. അമേരിക്കയ്ക്ക് നികുതി ചുമത്തി ചൈനയും. വ്യാപാര സംഘർഷം മുറുകുന്നു. ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ അന്വേഷണം പ്രഖ്യാപിച്ചു. ചൈനയിൽ നിന്നുള്ള US പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ച് US. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഉറപ്പ് നെതന്യാഹുവിന്. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചയിൽ ഒരു ഇടക്കാല കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉറപ്പു നൽകിയതായി മൗറീഷ്യൻ പ്രധാനമന്ത്രി നവീൻ രാഗുലം. തെക്കൻ സ്വീഡിഷ് നഗരമായ ഒറേബ്രോയിൽ ക്യാമ്പസ് വെടിവയ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. അയർലൻഡിലെ 5000 ആരോഗ്യ പ്രവർത്തകർ അംഗങ്ങളായ SIPTU വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്ക് നടത്തുന്നതിന് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇന്ത്യ തലസ്ഥാനത്ത് വിധിയെഴുത്ത് പുരോഗമിക്കുന്നു. ഡൽഹിയിലെ 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാൻ ഇടതുമുന്നണി തത്വത്തിൽ തീരുമാനിച്ചെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതിപട്ടികയിൽ. ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിന് മുൻപായി ടീം ഓസ്ട്രേലിയയ്ക്ക് വൻ തിരിച്ചടി. കാലിലെ പരിക്ക് കാരണം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് ടൂർണമെന്റ് നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുമായുള്ള വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ ഉച്ചതിരിഞ്ഞ് എത്തിച്ചേർന്നു. US സൈനിക വിമാനത്തിൽ 205 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. മടങ്ങിയെത്തുന്നവരെ കേന്ദ്ര ഏജൻസികൾ വിശദമായി ചോദ്യം ചെയ്യും. ക്രിമിനൽ പശ്ചാത്തലം അടക്കം പരിശോധിച്ച ശേഷമേ പുറത്തിറങ്ങാൻ അനുവദിക്കൂവെന്നും പോലീസ് അറിയിച്ചു. C-17 വിമാനം യാത്രക്കാരുമായി ടെക്സസ് വിമാനത്താവളത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്താവളത്തിൽ വൻ സുരക്ഷാ നടപടികളാണ് പഞ്ചാബ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അമൃത്സറിലെത്തുന്ന വിമാനത്തിലെ യാത്രക്കാർ ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണോ എന്ന് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ തിരിച്ചടിയുമായി ചൈന. ചൈനയുടെ ധനകാര്യ മന്ത്രാലയം കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയ്ക്ക് 15% തീരുവയും US നിന്നുള്ള അസംസ്കൃത എണ്ണ, കാർഷിക ഉപകരണങ്ങൾ, വലിയ ഡിസ്പ്ലേസ്മെന്റ് വാഹനങ്ങൾ, പിക്കപ്പ് ട്രക്കുകൾ എന്നിവയ്ക്ക് 10% തീരുവയും പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ നിന്നുള്ള 10% താരിഫ് പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ചൈന ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ അന്വേഷണം പ്രഖ്യാപിച്ചു. ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്ന് ചൈനയുടെ വാണിജ്യ മന്ത്രാലയവും കസ്റ്റംസ് ഭരണകൂടവും ചൊവ്വാഴ്ച പറഞ്ഞു. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതന്യാഹുവിന്റെ സന്ദർശന വേളയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരം വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാരണം അവർക്ക് മറ്റ് മാർഗമില്ല എന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചകളിൽ ഒരു ഇടക്കാല കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞതായി മൗറീഷ്യൻ പ്രധാനമന്ത്രി നവീൻ രാഗുലം അറിയിച്ചു. ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിലേക്ക് തിരികെ നൽകുന്നതിന് ഇടക്കാല കരാർ ദ്വീപുകളിലെ സൈനിക താവളമായ ടീഗോ ഗാർഷ്യയിൽ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ കീഴിൽ ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തിന് കഴിഞ്ഞ വർഷം ധാരണയായിരുന്നതാണ്. എന്നാൽ നവംബറിൽ നവീൻ രാഗുലം വീണ്ടും മൗറീഷ്യസ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത ശേഷം അത് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് കെയർ സ്റ്റാർമർ ആവശ്യപ്പെടുകയായിരുന്നു. തെക്കൻ സ്വീഡിഷ് നഗരമായ ഒറേബ്രോയിൽ ക്യാമ്പസ് വെടിവയ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റിരുന്നു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കൂട്ടവെടിവയ്പ്പാണെന്ന് സ്വീഡൻ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വെടിവയ്പിൽ കുറ്റവാളിയും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്നും പോലീസ് മേധാവി റോബർട്ടോ ഈദ് ഫോറസ്റ്റ് പറഞ്ഞു. അയർലൻഡിലെ 5000 ആരോഗ്യ പ്രവർത്തകർ അംഗങ്ങളായ SIPTU വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്ക് നടത്തുന്നതിന് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു. 2023 ഒക്ടോബർ
ഒക്ടോബറിൽ വർക്ക് പ്ലേസ് റിലേഷൻസ് കമ്മീഷനിൽ ഉണ്ടാക്കിയ ശമ്പള കരാർ പാലിക്കുന്നതിന് സർക്കാർ പരാജയപ്പെട്ടുവെന്ന് യൂണിയൻ ആരോപിക്കുന്നു. സെക്ഷൻ 39 ഉൾപ്പെട്ട സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നൽകുന്നതിനായി സംസ്ഥാനം കരാർ ചെയ്തിട്ടുള്ള ഏജൻസികളിലെ ജീവനക്കാരാണ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അംഗങ്ങളുടെ ക്ഷമ ഇപ്പോൾ നശിച്ചുവെന്ന് യൂണിയന്റെ സെക്ടർ ഓർഗനൈസർ ഡാമിയൻ ഗിൻലി പറഞ്ഞു. സെക്ഷൻ 39 തൊഴിലാളികൾക്ക് ശമ്പളം നീതി ഉറപ്പാക്കുന്നതിൽ തുടർച്ചയായി സർക്കാരുകൾ പരാജയപ്പെട്ടതായി യൂണിയൻ ആരോപിക്കുന്നു. റിക്രൂട്ട്മെന്റ് ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും യൂണിയൻ സെക്ടർ ഓർഗനൈസർ ഡാമിയൻ ഗിൻലി പറഞ്ഞു. ഏവൻ ചുഴലിക്കൊടുങ്കാറ്റിൽ വിച്ഛേദിക്കപ്പെട്ട ഭൂരിപക്ഷം വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചെങ്കിലും നിലവിൽ അയർലൻഡിലുടനീളം ഏകദേശം 39,000 ഉപഭോക്താക്കൾ ഇരുട്ടിലാണ്. ഇവരുടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ലെന്ന് ESP നെറ്റ്വർക്ക്സ് അറിയിച്ചു. വടക്കൻ അയർലൻഡിൽ ഏകദേശം 1,600 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി ലഭ്യമല്ല. ഇയോവിൻ കൊടുങ്കാറ്റിനെ തുടർന്ന് നെറ്റ്വർക്കിന് വ്യാപകമായ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട 7,29,000 വീടുകളിലും കൃഷിയിടങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചു. മസ്കിന്റെ ട്രഷറി പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ഡെമോക്രാറ്റുകളും പ്രതിഷേധകരും ട്രഷറി വകുപ്പിന് പുറത്ത് റാലി നടത്തി. ട്രഷറി കെട്ടിടത്തിന് പുറത്ത് തടിച്ചുകൂടിയ ഡെമോക്രാറ്റുകൾ മസ്കിനെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധിക്കുന്നത്. ഇലോൺ മസ്ക് അമേരിക്കൻ ജനതയുടെ അധികാരം പിടിച്ചെടുക്കുകയാണ്, തിരിച്ചടിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ടെന്നാണ് പ്രതിഷേധകരുടെ വാദം. US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ US പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള പാഴ്സലുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവീസ് ഉണ്ടാകില്ല. ഷിയുമായി സംസാരിക്കാൻ തിടുക്കമില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് വ്യാപാര സംഘർഷം രൂക്ഷമാകുന്നതിലെ ഏറ്റവും പുതിയ സംഭവ വികാസത്തിന് തുടക്കമായത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ താരിഫുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം അവർ ചർച്ച നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ്. രാജ്യതലസ്ഥാനത്ത് വിധിയെഴുത്ത് പുരോഗമിക്കുന്നു. 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആം ആദ്മി, BJP, കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയാകുന്നത്. 8-നാണ് ഫലപ്രഖ്യാപനം. 90 വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 699 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനുള്ളത്. 13,766 പോളിംഗ് സ്റ്റേഷനുകളിലായി 1.56 കോടി വോട്ടർമാരാണ് വിധി എഴുതുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, AAP നേതാവ് മനീഷ് സിസോദിയ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപിച്ചുള്ള ഹർജിയിൽ ബോംബെ ഹൈക്കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. പോളിംഗ് സമയം അവസാനിച്ച ശേഷം 75 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തു എന്ന് വിശ്വാസയോഗ്യമല്ലെന്നും സുതാര്യത ഇല്ലാത്തതിനാൽ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നുമുള്ള മുംബൈ വിക്രോളി സ്വദേശി ചേതൻ ആഹിരയുടെ ഹർജിയാണ് പരിഗണിച്ചത്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും. വെള്ളിയാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചേക്കും. നിലവിൽ 1,600 രൂപ വീതമാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത്. 100 രൂപ മുതൽ 200 വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കി പെൻഷൻ ചെലവ് കുറയ്ക്കും. പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്റർ ചെയ്യുന്ന പരിഷ്കാരവും ആലോചനയിലുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ 535 കിലോഗ്രാം സ്വർണം മാർച്ച് 10-ന് നിക്ഷേപ പദ്ധതിയിൽ ബാങ്കിന് കൈമാറും. നഷ്ടത്തെ തുടർന്ന് സ്വർണ്ണക്കട പദ്ധതി നിർത്തിയതായി കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ SBIയുമായി നേരത്തെ ധാരണയായതിനാൽ പദ്ധതിയിൽ സ്വർണം നിക്ഷേപിക്കാൻ തടസ്സമുണ്ടാകില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ക്ഷേത്രങ്ങളിൽ നിത്യപൂജകൾക്കോ മറ്റു ചടങ്ങുകൾക്കോ ഉപയോഗിക്കാത്ത C കാറ്റഗറിയിലുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണ ഉരുപ്പടികളാണ് SBIയിൽ നിക്ഷേപിക്കുന്നത്. ഇതിലൂടെ വർഷം 10 കോടി രൂപ പലിശ ഇനത്തിൽ കിട്ടുമെന്നാണ് ബോർഡ് കണക്കാക്കുന്നത്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാൻ ഇടതുമുന്നണി തത്വത്തിൽ തീരുമാനിച്ചെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ടോൾ വേണ്ടെന്ന് വെച്ചാൽ വികസനത്തിൽ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ടോൾ പിരിക്കാനുള്ള തീരുമാനം നയമാറ്റം അല്ലെന്നും കാലം മാറുന്നതിനനുസരിച്ചുള്ള നിലപാട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകണമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതി. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവും പ്രതിയായിരിക്കുന്നത്. അനന്തകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ 7 പ്രതികളുണ്ട്. ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. അതേസമയം CSR ഫണ്ടിന്റെ മറവിൽ അനന്തകൃഷ്ണൻ നടത്തിയ വൻകിട തട്ടിപ്പുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 108.67 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.12 രൂപ, ഒരു യൂറോ 90.45 രൂപ, ഒരു പൗണ്ട് 1.25 US ഡോളർ. ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിന് മുൻപായി ടീം ഓസ്ട്രേലിയയ്ക്ക് വൻ തിരിച്ചടി.
ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് ടൂർണമെന്റ് നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. കണങ്കാലിന് പരിക്കേറ്റതാണ് സൂപ്പർ താരത്തിന് തിരിച്ചടിയായിരിക്കുന്നത്. പരിശീലകൻ ആൻഡ്രൂ മക്ഡൊണാൾഡാണ് കമ്മിൻസിന്റെ പങ്കാളിത്തം സംശയത്തിലാണെന്ന് വ്യക്തമാക്കിയത്. കമ്മിൻസിന് പകരം സ്റ്റീവ് സ്മിത്ത്, ട്രാവിസ് ഹെഡ് എന്നിവരിൽ ഒരാൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസീസ് ടീമിനെ നയിക്കാനാണ് സാധ്യത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. US തിരിച്ചടിച്ച അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള ആദ്യ വിമാനം ഇന്ത്യയിലെത്തി. തിരിച്ചെത്തുന്നവരിൽ ഭൂരിഭാഗം പേരും പഞ്ചാബ് സ്വദേശികൾ. അമേരിക്കയ്ക്ക് നികുതി ചുമത്തി ചൈനയും. വ്യാപാര സംഘർഷം മുറുകുന്നു. ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ അന്വേഷണം പ്രഖ്യാപിച്ചു. ചൈനയിൽ നിന്നുള്ള US പോസ്റ്റൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ച് US. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഉറപ്പ് നെതന്യാഹുവിന്. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചയിൽ ഒരു ഇടക്കാല കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഉറപ്പു നൽകിയതായി മൗറീഷ്യൻ പ്രധാനമന്ത്രി നവീൻ രാഗുലം. തെക്കൻ സ്വീഡിഷ് നഗരമായ ഒറേബ്രോയിൽ ക്യാമ്പസ് വെടിവയ്പിൽ 11 പേർ കൊല്ലപ്പെട്ടു. അയർലൻഡിലെ 5000 ആരോഗ്യ പ്രവർത്തകർ അംഗങ്ങളായ SIPTU വേതന വർധനവ് ആവശ്യപ്പെട്ട് പണിമുടക്ക് നടത്തുന്നതിന് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇന്ത്യ തലസ്ഥാനത്ത് വിധിയെഴുത്ത് പുരോഗമിക്കുന്നു. ഡൽഹിയിലെ 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാൻ ഇടതുമുന്നണി തത്വത്തിൽ തീരുമാനിച്ചെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സ്ത്രീകൾക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതിപട്ടികയിൽ. ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിന് മുൻപായി ടീം ഓസ്ട്രേലിയയ്ക്ക് വൻ തിരിച്ചടി. കാലിലെ പരിക്ക് കാരണം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് ടൂർണമെന്റ് നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.